നമസ്കാരം. കാലം സാക്ഷി. ഇത് ഉത്സവങ്ങളുടെ കാലമാണ്. വേനൽക്കാലവും. കേരളത്തിലെ ഒട്ടുമിക്ക ഉത്സവങ്ങൾക്കും ആനകൾ ഒരു ഭാഗമാണ് താനും. ഈ ആനകൾ ഇടയുകയും ആളുകൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് ആജീവനാന്തകാലം കിടപ്പിലായി പോകുന്ന വലിയ പരിക്കുകളേൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോഴും ഈ ചില നിയന്ത്രണങ്ങൾക്കപ്പുറത്തേക്ക് എന്തിനു വേണ്ടിയാണ് ആനകളെ ഈ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന ഉത്സവ പറമ്പിലേക്ക് എത്തിക്കുന്നത്? ഇതിന് ഒഴിവാക്കിക്കൂടെ? ഈ ആചാരം നമുക്ക് മാറ്റിക്കൂടെ? നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ ആരും പറയില്ല ഇങ്ങനെ ഒരു ആചാരം മാറ്റണമെന്ന്. കാരണം അവർക്ക് ഭയമാണ്. അവർ ഭയപ്പെടുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ വർഗീയമായി ചിന്തയ്ക്ക് കാരണമാകുമോ? അങ്ങനെ വന്നാൽ തങ്ങളുടെ വോട്ട് ബാങ്കിനെ അത് ബാധിക്കുമോ എന്നൊക്കെയാണ്. അല്ലാതെ കേരളത്തിലെ പൊതുജനങ്ങൾക്കിടയിൽ വലിയൊരു ജനകീയ അഭിപ്രായ സർവേ ഒന്നും എടുത്തിട്ടല്ല അവർ തീരുമാനമെടുക്കുന്നത്. ഒരു വിഭാഗം ആളുകൾ എതിർത്താൽ ഇത് വലിയ പ്രശ്നമാകും എന്നുള്ളത് കൊണ്ട് തന്നെ അവർ വോട്ട് ബാങ്കിനെ ഭയന്നുകൊണ്ട് അത്തരം തീരുമാനങ്ങളിൽ നിന്ന് മാറി നിൽക്കും. ഇത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ ഒരു രാഷ്ട്രീയ പാർട്ടി നേതാക്കളുടെയോ മാത്രം പ്രശ്നമല്ല. കേരളത്തിലെ പ്രധാനപ്പെട്ട പല പാർട്ടി നേതാക്കളുടെയും ഒക്കെ പ്രശ്നമാണ്. പക്ഷേ മുമ്പ് നമ്മുടെ നേതാക്കൾ ഇങ്ങനെ അല്ലായിരുന്നു എന്നത് കൂടി ഓർക്കണം. ഇനി ഈ ആനയെ കൊണ്ടുവരുന്ന ആചാരം, ആ ആചാരം മാറ്റാൻ കഴിയാത്തതാണോ? അങ്ങനെ ഒരു പരിശോധന വേണോ? അങ്ങനെയാണ് നമ്മൾ കാലം സാക്ഷി പരിശോധിക്കുന്നത്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മതപരമായ ഒത്തുചേരലാണ് കുംഭമേള. ഇപ്പോൾ പ്രയാഗ്‌രാജിൽ കുംഭമേള കഴിഞ്ഞതേ ഉള്ളൂ. മുമ്പ് അലഹബാദ് എന്ന് പറയുന്ന നഗരത്തിൽ. ഗംഗയും യമുനയും അദൃശ്യമായി ഒഴുകുന്നുവെന്ന് വിശ്വാസികൾ കരുതുന്ന സരസ്വതിയും ചേരുന്ന സംഗമ ഭൂമിയിലാണ് ഈ കുംഭമേള നടക്കുന്നത്. 12 വർഷത്തിലൊരിക്കലാണ് മഹാകുംഭമേള. 4 കുംഭമേളകൾ നടക്കുന്നതിൽ മഹാകുംഭമേള പ്രയാഗിലെ കുംഭമേളയാണ്. ഈ കുംഭമേളയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക ആശ്രമങ്ങളുടെയും അധിപന്മാരെത്തുന്നു. പ്രധാനമായും 13 അഖാഡകൾ. ഈ 13 അഖാഡകളുടെയും തലവന്മാരുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ ഒരു അഖാഡ പരിഷത്തുണ്ട്. ഈ അഖാഡ പരിഷത്താണ് കുംഭമേളയെ എങ്ങനെ നടത്തണം എന്നുള്ള തീരുമാനങ്ങളെല്ലാം എടുക്കുകയും അതിൻ്റെ എല്ലാ അധികാരവും അവർക്കാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ പൊതു രാഷ്ട്രീയം നമ്മൾ കരുതുന്നത് പോലെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുമായോ അല്ലെങ്കിൽ അത്തരം രാഷ്ട്രീയ ആശയങ്ങളുമായിട്ടോ ഒന്നും ബന്ധപ്പെടുന്നവരല്ല ഈ ഭൂരിപക്ഷം അഖാഡകളുടെയും തലവന്മാർ. ഈ കുംഭമേള നടത്തുമ്പോൾ മുമ്പ് കുംഭമേളയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് ഷാഹി സ്നാൻ, രാജകീയ സ്നാനം എന്നാണ് പറയുന്നത്. ആ ദിവസത്തെ കുളിക്ക് ത്രിവേണി സംഗമത്തിൽ മുങ്ങിക്കുളിക്കുന്നതിനെ ഷാഹി സ്നാനം എന്നാണ് പറയുന്നത്. അത് ആ ദിവസമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒത്തുചേരുന്ന ദിവസം എന്നൊക്കെയാണ്. ഇത് കൃത്യമായ കണക്കുണ്ടോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ അങ്ങനെയാണ്. എന്തായാലും അത്രത്തോളം ആളുകൾ എത്തിച്ചേരാറുണ്ട്. 3 കോടിയോളം ആളുകൾ ആ ദിവസം തന്നെ എത്തുന്നു എന്നൊക്കെയാണ് അവകാശപ്പെടുന്നത്. എന്തായാലും ഒരുപാട് ആളുകളാണ് എത്തുന്നത്. ഈ സ്ഥലത്താണ് ഈ ഷാഹി സ്നാനം നടക്കുന്ന ദിവസങ്ങളിൽ, അത് ഷാഹി എന്ന പേര് പറഞ്ഞ രാജകീയം എന്ന് പറയുന്നത്, രാജകീയമായിട്ടാണ് വെളുപ്പാങ്കാലത്ത് ഘോഷയാത്ര നടക്കുന്നത്. ഈ ഘോഷയാത്ര ഒടുവിൽ ചെന്നാണ് ഈ സ്നാന ഘട്ടങ്ങളിലേക്ക് ഈ ഇറങ്ങുന്നത്. ഘോഷയാത്രയ്ക്ക് വരുന്നത് ഓരോ ആശ്രമങ്ങളുടെയും അഖാഡകളുടെ തലവന്മാർ. ആ തലവന്മാർ ഓരോ ആശ്രമത്തിനും ഈ അഖാഡകൾക്കും കീഴിൽ വരുന്ന 100 കണക്കിന് ആശ്രമങ്ങൾ. ഈ ആശ്രമങ്ങളുടെയൊക്കെ തലവന്മാരെല്ലാവരും ആനപ്പുറത്താണ് എഴുന്നള്ളുന്നത്. ആനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ അത് വെഞ്ചാമരമൊക്കെ വീശി അനുചരന്മാർ കൂടെയുണ്ടാവും. വലിയ അലങ്കാരങ്ങളോടുകൂടി എത്രയൊക്കെ അലങ്കാരങ്ങളുണ്ടാകുമോ ആ അലങ്കാരങ്ങളെല്ലാം ഉണ്ട്. വാദ്യമേളങ്ങളുണ്ട്. അങ്ങനെ ഏതെല്ലാം ഉത്സവാഘോഷങ്ങളെ ഭാഗമാക്കാമോ ഓരോ ആശ്രമത്തിൻ്റെയും പൊലിമ അനുസരിച്ച് അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷിയും ആൾശേഷിയും ഒക്കെ അനുസരിച്ച് അത് വ്യത്യസ്തമായ രീതികളിലൊക്കെ ആയിരിക്കും. ഇതിൽ പങ്കെടുക്കുന്നത് ഈ അത്യാഡംബരങ്ങൾ ജീവിക്കുന്ന സന്യാസി ശ്രേഷ്ഠന്മാർ മാത്രമല്ല, കാടുകളിലും അതോടൊപ്പം തന്നെ ഈ ഗുഹാന്തർ ഭാഗങ്ങളിലൊക്കെ ജീവിതകാലം മുഴുവൻ ചെലവഴിക്കുന്ന സന്യാസികളുമുണ്ട്. അവർ ഈ കുംഭമേളയ്ക്ക് വേണ്ടി മാത്രം നാട്ടിലേക്ക് ഇറങ്ങുന്ന സന്യാസികളടക്കം ഇതിലുണ്ട്. അങ്ങനെ വ്യത്യസ്തമായ തരം സന്യാസികളുണ്ട്. നമ്മൾ കാണുന്നത് പോലെ സന്യാസത്തെ സർവ്വസംഘ പരിത്യാഗികളായ സന്യാസികൾ മുതൽ വ്യാജ സന്യാസിമാർ വരെ അങ്ങനെ പലരും ഇതിലെല്ലാം പങ്കെടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഈ അഖാഡ പരിഷത്താണ് തീരുമാനമെടുക്കുന്നത്. അവർ ഒരു സുപ്രധാനമായ തീരുമാനം 1989 ഈ കുംഭമേളയ്ക്ക് മുമ്പെടുത്തു. കുംഭമേളയിൽ അതുവരെ ഉണ്ടായിരുന്നത് ആചാരപരമായി ഈ സന്യാസി ശ്രേഷ്ഠന്മാർ എഴുന്നള്ളിയിരുന്നത് ആനപ്പുറത്തായിരുന്നു. നെറ്റിപ്പട്ടമൊക്കെ കെട്ടി അലങ്കരിച്ച് ആനയുടെ പുറത്തായിരുന്നു എഴുന്നള്ളിയിരുന്നത്. ആ പതിവ് നിർത്താം. കാരണം ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ ഒത്തുകൂടുന്ന ഒരു സ്ഥലമാണ്. അവിടെ വെച്ച് ഈ ആളുകളുടെ ആൾക്കൂട്ടത്തിന് നടുവിലൂടെയാണ് ഈ ഘോഷയാത്ര കടന്നു പോകുന്നത്. ആ കടന്നു പോകുന്ന സമയത്ത് ഒരാന ഇടഞ്ഞാൽ ഉണ്ടാകാവുന്ന അപകടം എത്രത്തോളം വലുതാണ്. എത്രയോ മനുഷ്യരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. ആ തിക്കിലും തിരക്കിലും അതിലധികം പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോകാം. എത്രയോ പേര് പരിക്കേൽക്കാം. ഈ അപകടമൊക്കെ മുന്നിൽ കണ്ട് അവർ ഒരു തീരുമാനമെടുത്തു. 1989 നടത്താൻ പോകുന്ന കുംഭമേള മുതൽ ഇനി ആനപ്പുറത്തുള്ള എഴുന്നള്ളത്ത് വേണ്ട. അതിനു പകരം ട്രാക്ടറോ ലോറിയോ മറ്റു വാഹനങ്ങൾ ഏതെങ്കിലുമുള്ള വാഹനം ഉപയോഗിക്കാം. ആ വാഹനത്തെ അലങ്കരിച്ച് അതിന് മുകളിൽ ഈ സ്വർണ്ണ നിറത്തിലുള്ള സിംഹാസനമൊക്കെ ഇട്ട് പഴയ പോലെ തന്നെ വെഞ്ചാമരവും മറ്റ് അലങ്കാര വസ്തുക്കളുമൊക്കെ ഒരുക്കി അതിന് മുകളിൽ എഴുന്നള്ളത്താകാമെന്ന്. അത് മനുഷ്യരോട്
അവരോടുള്ള സ്നേഹം മാത്രമല്ല ആ മനുഷ്യർ കണ്ടത്, അല്ലെങ്കിൽ ആ അഖാഡകളുടെ തലവന്മാർ, അഖാഡ പരിഷത്ത് കണ്ടത് ആന എന്ന് പറയുന്ന സാധു വന്യമൃഗത്തോടുള്ള സ്നേഹം കൂടിയാണ്. അത് ജീവിക്കുന്ന അതിൻ്റെ പരിസരത്ത് നിന്ന് അതിനെ നാട്ടിൽ കൊണ്ടുവന്ന് കൊടും പീഡനത്തിനും മർദ്ദിച്ച് ഇരയാക്കി അതിനെ ചട്ടം പഠിപ്പിച്ച് അതിനെ നാല് കാലുമൊക്കെ ബന്ധിച്ച് അതിനെ അതിക്രൂരമായി കൊണ്ടു നടന്നിട്ട് അതിനെ പീഡിപ്പിക്കുന്ന ആ മൃഗത്തോടുള്ള ഒരു കനിവ് കൂടിയാണ്, അല്ലെങ്കിൽ ആ മൃഗത്തെ കൂടി പരിഗണിച്ചാണ് അങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമ്മൾ ഓർക്കണം, പാരമ്പര്യത്തിൽ അണുവിട വിട്ടുവീഴ്ച ചെയ്യില്ല എന്നൊക്കെ കരുതുന്ന, അല്ലെങ്കിൽ ആചാരപരമായ കാര്യങ്ങളിലൊക്കെ വലിയ കാർക്കശ്യമുള്ള, ഇന്ത്യയിലെ തന്നെ മതപരമായ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന സന്യാസി വര്യന്മാരാണ് കൂടിയിരുന്ന് തീരുമാനമെടുത്തത്. ഇനി നമുക്ക് ആനകൾ വേണ്ട എന്നുള്ള തീരുമാനമെടുത്തു. അപ്പോൾ ആചാരം മാറ്റുന്നതിന് യാതൊരു പ്രയാസവുമില്ല. ഈ ആചാരമല്ല, ലോകത്തെ സർവ്വ ആചാരങ്ങളും, അത് ഏത് മതത്തിൻ്റെ ആചാരമായിക്കോട്ടെ, അത്തരം ആചാരങ്ങളെല്ലാം തന്നെ മാറിയിട്ടുണ്ട്. മാറാത്ത കാര്യമായ ആചാരങ്ങളൊന്നുമില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിൽ മാറ്റങ്ങൾ ഈ എല്ലാ ആചാരങ്ങൾക്കും വന്നിട്ടുണ്ടത് എന്നതുകൂടി ഓർക്കണം. അതിനുശേഷമുള്ള ഈ പ്രാവശ്യം നടന്ന കുംഭമേളയിലടക്കം പറയാം, പ്രധാനമായും ഈ മഹീന്ദ്രയുടെ ശക്തിമാൻ ട്രാക്ടറാണ് അലങ്കരിക്കുക. അത് അലങ്കരിക്കാൻ കൂടുതൽ എളുപ്പമാണ് എന്നുള്ളതുകൊണ്ട് ആ ശക്തിമാൻ ട്രാക്ടർ മാത്രമല്ല, അംബാസഡർ കാർ മുതൽ ഓഡിയുടെ ഏറ്റവും പുതിയ വെർഷൻ കാർ വരെയാണ് പൂക്കളും മറ്റ് അലങ്കാര വസ്തുക്കളും ഇട്ട് അലങ്കരിച്ച്, ചിലപ്പോൾ അതിന് മുകളിലൊക്കെയാണ് സിംഹാസനങ്ങളൊക്കെ ഇരുത്തി അതിന് മുകളിലൊക്കെയാണ് ഈ സന്യാസി ശ്രേഷ്ഠന്മാർ ഒക്കെ വരുന്നത്. വലിയ ലോറികൾ അതൊക്കെ വരുന്നു. അപ്പോൾ ഒരിക്കലും ഇടയാത്ത ഇത്തരം വാഹനങ്ങൾ, മനുഷ്യന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഇത്തരം വാഹനങ്ങളിലേക്ക് അവർക്ക് മാറാൻ കഴിഞ്ഞു. ഒരു ദേവനും കോപിച്ചിട്ടില്ല, ഒരു ദേവിയും കോപിച്ചിട്ടില്ല. ഏതെങ്കിലും ആളുകൾ ദേവപ്രശ്നം വെച്ചിട്ട് ദൈവത്തിന് ഇത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ടുമില്ല. ഒറ്റ ആലോചനയ്ക്ക് കൊണ്ട് മനസ്സിലായി, അവിടെ കൂടുന്ന ആളുകൾക്ക് ജീവൻ പ്രധാനമാണ്, അവിടെ കൂടുന്ന ആളുകളുടെ സുരക്ഷ പ്രധാനമാണ്. ആ ജീവിയോട്, ആന എന്ന് പറയുന്ന ജീവിയോട് ഈ കൊടും ക്രൂരത കാണിക്കുന്നത് ശരിയല്ല എന്ന് തിരിച്ചറിഞ്ഞവർ കൃത്യമായി തന്നെ ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനം ഇപ്പോഴും നടപ്പാകുന്നു. അപ്പോഴാണ് നമ്മുടെ കേരളത്തിൽ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം ഭയം. അവർക്ക് ഭയമാണ് ഇവരോട് പറയാൻ, നമുക്ക് നാളെ മുതൽ ഇനി ആനയെ എഴുന്നള്ളിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഉത്സവങ്ങളുടെ ഭാഗമായി കൊണ്ടുവരേണ്ടതില്ല, അല്ലെങ്കിൽ ടൂറിസത്തിൻ്റെ ഭാഗമായ തൃശ്ശൂർ പൂരം പോലുള്ള ഏതെങ്കിലും ഉത്സവങ്ങളുണ്ടെങ്കിൽ അവിടെ നിയന്ത്രണങ്ങളോടുകൂടി ഇതാവാം. അല്ലാതെ കേരളത്തിലെ ഈ ഒരു 10-50 വർഷം മുമ്പ് ഇപ്പോൾ ഈ ആന എഴുന്നള്ളിക്കുന്ന, അല്ലെങ്കിൽ ആന വരുന്ന മിക്ക ആരാധനാലയങ്ങളിലും ഈ ആന ഇല്ലായിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ്. എന്തിന്, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലത്ത് ഈ കേരളത്തിൽ ആകെ ഉണ്ടായിരുന്നത് 100-ൽ താഴെയുള്ള ആനകൾ മാത്രമാണ്. അവിടെയാണ് ഇന്നിപ്പോൾ 700ഓളം ആനകളുള്ളത്. ഇത്രയധികം ആന ഉടമകളൊന്നും അന്ന് എവിടെയും ഉണ്ടായിരുന്നില്ല. തടി പിടിക്കാനുള്ള ആനകളായിരുന്നു അന്ന് പ്രധാനമായും ഉണ്ടായിരുന്നത്. പിന്നീട് ഇപ്പോൾ ഓരോരുത്തരും അവരുടെ ഒരു പുങ്കത്തരം കാണിക്കാനുള്ള, കൂടുതൽ സമ്പത്തായപ്പോൾ ആ സമ്പത്ത് അടുത്ത കമ്മിറ്റിക്കാർ, അല്ലെങ്കിൽ തൊട്ടടുത്ത കരക്കാർ വലിയ 8 ആനയെ കൊണ്ടുവന്നെങ്കിൽ നമ്മൾ 10 ആനയെ കൊണ്ടുവരണം. അത്തരത്തിൽ മത്സരമാണ്. അവർ കൊണ്ടുവന്ന ആനയ്ക്ക് പേര് പോരാങ്കിൽ അതിനേക്കാൾ പെരുമയുള്ള ആനയെ തന്നെ ഇവിടുന്ന് കൊണ്ടുവരണം. അതിന് എത്ര ദൂരെ നിന്ന് കൊണ്ടുവന്നാലും വേണ്ടിയില്ല, എത്ര നാൾ മുമ്പ് ബുക്ക് ചെയ്ത് കൊണ്ടുവന്നാലും വേണ്ടിയില്ല. ആ ആനകൾക്കൊക്കെ വേണ്ടി ക്ലബ്ബുകൾ, അല്ലെങ്കിൽ ആന ഫാൻസ് അസോസിയേഷൻ വരുന്നു. അവരുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘമൊക്കെ. ഇവരെയൊക്കെ ആനപ്രേമികൾ എന്നാണ് വിളിക്കുന്നത്. എങ്ങനെയാണ് ഇവരെ യഥാർത്ഥത്തിൽ നമുക്ക് ആനപ്രേമികൾ എന്ന് വിളിക്കാൻ കഴിയുന്നത്? നമ്മൾ ആലോചിക്കണം, ആന ഒരു വന്യജീവിയാണ്. അതൊരിക്കലും ഇണങ്ങില്ല, അത് ഒരിക്കലും മനുഷ്യനോട് സ്നേഹം കാണിക്കുകയില്ല. ബാക്കിയെല്ലാം സ്നേഹം കാണിച്ചെന്ന് പറയുന്നത് കഥകൾ മാത്രമാണ്. ആന എന്ന് പറയുന്ന വന്യജീവിക്ക് അടിസ്ഥാനപരമായിട്ടുള്ളത് വന്യതയാണ്. ആ വന്യ സ്വഭാവമാണുള്ളത്. അതിനെ മാസങ്ങളോളം, കാട്ടിൽ നിന്ന് വരുന്ന ആനയെ ഏതെങ്കിലും മാർഗത്തിൽ പിടിച്ച ആന, ചതിയിൽപ്പെടുത്തി പിടിച്ച ആനയോ, അല്ലെങ്കിൽ നാട്ടിൽ ഇറങ്ങുമ്പോൾ പിടിച്ച ആനയോ ഒക്കെയാണ് ഇങ്ങനെ നമ്മൾ ഈ കൊണ്ടുവന്ന് നാട്ടിൽ വളർത്തുന്നതെന്ന് ആലോചിക്കണം. അല്ലാതെ നാട്ടിൽ ഈ മഹാഭൂരിപക്ഷം ആനകളും അങ്ങനെ വന്ന ആനകൾ തന്നെയാണ്. ഈ ആനകളെ മാസങ്ങളോളം ചങ്ങലക്കിട്ട് പൂട്ടിയും അതിന് ശരിയായ രീതിയിൽ ഭക്ഷണം കൊടുക്കാതെയും അതിനെ ക്രൂരമായി മർദ്ദിച്ചുമൊക്കെയാണ് അതിനെ ഈ ചട്ടം പഠിപ്പിക്കുന്നത്. അല്ലാതെ ആനയെ ഒരു ദിവസം കൊണ്ട് സ്നേഹം കൊടുത്ത് ആനയെ ഇങ്ങോട്ട് ഇടത്തോട്ട് നടക്കൂ വലത്തോട്ട് നടക്കൂ എന്നൊന്നും പറഞ്ഞ് ആനയെ പഠിപ്പിക്കുന്നതല്ല, ആനയെ പീഡിപ്പിച്ച് പഠിപ്പിക്കുന്നതാണ്. ആന എത്ര കാലം കഴിഞ്ഞാലും, ഈ ഇണങ്ങി എന്നൊക്കെ പറയുന്ന ആനകൾ എത്ര കാലം കഴിഞ്ഞാലും ചങ്ങലക്കിട്ടല്ലാതെ നടത്താൻ കഴിയില്ല. പാപ്പാന്മാരുടെ കയ്യിൽ നല്ല കൂർത്ത കുന്തം അവരുടെ കയ്യിൽ ഉണ്ടാവും. ആ വടി ഉണ്ടയുടെ അറ്റത്ത് കൂർപ്പിച്ച് തന്നെ വെച്ചിരിക്കുകയാണ്. ആനയുടെ കാലിൽ, മിക്ക ആനകളുടെയും കാലിൽ ഒരു ചെറിയ മുറിവ്, ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവും കാണും. ആ മുറിവിൽ കുത്തിയാണ് അതിനെ നിരന്തരം മുറിവിപ്പിക്കുന്നത്. ഇതിനൊക്കെ വേദന ഉണ്ടാവും ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ. അങ്ങനെ ആനയെ ഒരു അടിമത്തത്തിലേക്ക് എത്തിക്കുന്നു എന്നതിനപ്പുറം ഗതികെട്ട് ആ മൃഗം ഇതെല്ലാം അനുസരിക്കുകയാണ്. വേദന ഭയന്നുകൊണ്ട് മാത്രമാണ് ആ മൃഗം അനുസരിക്കുന്നത്. എന്നിട്ട് ആനയെ എങ്ങനെയാണ് ഉത്സവ സ്ഥലത്തേക്ക് മുൻകാലങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നൊക്കെ ചോദിക്കുക. മുൻകാലങ്ങളിൽ കേരളത്തിലെ മിക്ക ആരാധനാലയങ്ങളുടെയും ഭാഗമായി
ഭാഗമായിട്ട് വിശാലമായ പാടങ്ങളിലോ വലിയ ഗ്രൗണ്ടുകളിലോ ഒക്കെയാണ് ഈ ആനകളെ കൊണ്ടുവരികയും എഴുന്നള്ളിച്ച് നിർത്തുകയും ഒക്കെ ചെയ്തിരുന്നത്. അവിടെ ആളുകൾ ഇത്രത്തോളം ഉത്സവത്തിന് ആളുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞ ഒരു 30 വർഷമോ 20 വർഷമോ ഓരോരുത്തരുടെ ജീവിതകാലം അനുസരിച്ച് പരിശോധിച്ചാൽ ഓരോരുത്തരുടെയും ചെറുപ്പകാലങ്ങളിൽ നിങ്ങൾ കണ്ട ഉത്സവങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകളാണോ ഇപ്പോഴുള്ളത്? അതിൻ്റെ എത്രയോ ഇരട്ടി ആളുകളാണ് ഇപ്പോൾ ഉത്സവത്തിന് വരുന്നത്. എല്ലാ ആരാധനാലയങ്ങളുടെയും ചുറ്റുമുണ്ടായിരുന്ന വലിയ തുറസായ പറമ്പുകളുടെ അളവ് കുറഞ്ഞു. അതിന് പരമാവധി കുറഞ്ഞു. ചെറിയ സ്ഥലത്താണ് മിക്ക സ്ഥലങ്ങളിലും ഇതൊക്കെ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ കോഴിക്കോട് കൊയിലാണ്ടിയിലെ അവിടെ ആന ഇടഞ്ഞ് 3 പേരുടെയും മരണത്തിനിടയുണ്ടാക്കിയ സ്ഥലമൊക്കെ ആ മണക്കുളങ്ങര ക്ഷേത്രത്തിലടക്കം ഓഫീസ് കെട്ടിടത്തിന് ഇടയിലൂടെയാണ് ആന പോകുന്നത്. 2 ആനകൾ തമ്മിലൊന്ന് ഇടഞ്ഞ് പരസ്പരം കുത്തിയപ്പോഴേക്കും ഒരു ഓഫീസ് കെട്ടിടം തകർന്ന് വീഴുകയാണ്. അത്രയ്ക്കുള്ള സ്ഥലം മാത്രമേ അതിനിടയിലുള്ളൂ. എന്തായാലും ആ ക്ഷേത്രക്കാർ ഒരു തീരുമാനമെടുത്തു. അടുത്ത വർഷം മുതൽ ആനയെ എഴുന്നള്ളിക്കുന്നത് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു എന്നുള്ളത്. 3 പേരുടെ മരണം വേണ്ടി വന്നു അങ്ങനെ ഒരു തീരുമാനമെടുക്കാനാണെങ്കിൽ പോലും ആ മരണത്തിലെങ്കിലും അവർ അങ്ങനെ ഒരു തീരുമാനമെടുത്തത് തികച്ചും മാതൃകാപരമായ തീരുമാനം തന്നെയാണ്. ഈ ആനയെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടെ ആലോചിക്കണം. ഈ ആനയെ എപ്പോഴും സ്നേഹികൾ എന്ന് പറയുന്ന ആനപ്രേമികൾ എന്നൊക്കെയാണ് പറയുന്നത്. അത് ചിലപ്പോൾ അവർക്ക് ആനയോട് ഒറിജിനലായി സ്നേഹം കാണും. അതിനെയൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. പക്ഷേ അവർക്ക് യഥാർത്ഥത്തിൽ ആനയോട് സ്നേഹമുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സ്നേഹമുണ്ടെങ്കിൽ അവർ ആലോചിക്കേണ്ടത് ഈ ജീവിയെ ഇങ്ങനെ ക്രൂരമായി പീഡിപ്പിച്ചാണോ? നമ്മുടെ വീട്ടിലൊരു പട്ടിയാണെങ്കിൽ ഇണങ്ങുന്ന ജീവിയാണ്. ആന ഒരിക്കലും ഇണങ്ങുന്ന ജീവിയല്ല. അതിനെ മെരുക്കാൻ മാത്രമേ കഴിയൂ. അതും ഭയപ്പെടുത്തി മെരുക്കാൻ മാത്രമാണ്. അതും ആജീവനാന്തകാലം ഭയം നിലനിർത്തണം. ഒരിക്കൽ ഭയപ്പെടുത്തി മെരുക്കിയത് കൊണ്ട് പിന്നീട് ആന അതെല്ലാം ഓർത്തിരുന്ന് എല്ലാ കാലത്തും അനുസരിക്കുമെന്നും കരുതരുത്. അതിന് ഇടയ്ക്കിടയ്ക്ക് ഈ ഭയം അതിൻ്റെ മനസ്സിലേക്ക് കൊടുത്തു മാത്രമാണ് അതിനെ ഇങ്ങനെ നിയന്ത്രിച്ച് നിർത്തുന്നത്. പിന്നെ ഈ ആനയ്ക്ക് സംബന്ധിച്ചിടത്തോളം കാട്ടിൽ ജീവിക്കുന്ന ഒരു ജീവി, അതിനെ സംബന്ധിച്ച് പരമാവധി തണലിൽ ജീവിക്കുന്ന ഒരു ജീവിയാണ്. എപ്പോഴും ചോലമരങ്ങൾക്കിടയിലൂടെയൊക്കെ സഞ്ചരിക്കാൻ, വലിയ വെയിലത്ത് പോയി അതൊരു കാരണവശാലും നിൽക്കാൻ തയ്യാറാവുന്ന ജീവിയല്ല. ആ ആനയാണ് നമ്മൾ ഈ നട്ടുച്ച വെയിലത്ത്, പൊരിവെയിലത്ത്, അതും ഏറ്റവും ചൂട് കൂടിയ കാലത്ത് കൊണ്ടു നിർത്തുന്നത്. ആനയ്ക്ക് ആകെ ആനയുടെ കാലിനകത്തോട് ചേർന്ന് കുറച്ച് സ്ഥലത്ത് മാത്രമാണ് വിയർപ്പ് ഗ്രന്ഥി ഉള്ളത് തന്നെ. ഈ വലിയ ശരീരത്തിൽ വിയർപ്പ് ഗ്രന്ഥി ഇല്ലെങ്കിൽ ഉള്ളിൽ ചൂട് കൂടിയാലുള്ള അവസ്ഥ അറിയാം. ആന നിരന്തരം ചെവിയാട്ടി നിൽക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആന സന്തോഷം കൊണ്ട് ചെവിയാട്ടുകയാണെന്ന്. ആന സന്തോഷം കൊണ്ട് ചെവിയാട്ടുന്നൊന്നുമില്ല. അതിൻ്റെ ശരീരത്തിലെ ഊഷ്മാവ് നിലനിർത്താൻ വേണ്ടിയുള്ള, പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള അതിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ ചെവിയാട്ടലൊക്കെ. എന്തിന് ഈ ആനക്കുട്ടി ഇങ്ങനെ നിരന്തരം തല ആട്ടിക്കൊണ്ടേ ഇരുന്ന് കളിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ആനക്കുട്ടി വലിയ സന്തോഷത്തിൽ കിടന്ന് കളിക്കുകയാണെന്നൊക്കെ. അങ്ങനെയല്ല. കാട്ടിലെ ഒരാനയുടെ കുട്ടിയും അത്തരത്തിലൊന്നും കളിക്കാറൊന്നുമില്ല. അത് അതിൻ്റെ അസ്വസ്ഥത പ്രകടിപ്പിക്കൽ കൂടിയാണ്. അത് പലതരത്തിൽ അതിങ്ങനെ പ്രകടിപ്പിക്കുന്നു എന്നത് കൂടിയാണ്. അതോടൊപ്പം തന്നെ ഈ അതിനെ യഥാർത്ഥത്തിൽ ഈ ചില ആനകളൊക്കെ കണ്ണിൽ മരക്കറ ഒഴിച്ചടക്കം അതിൻ്റെ പല ആനകളുടെയും കാഴ്ചശക്തിയൊക്കെ പിന്നീട് കുറയുന്നതും ഒറ്റക്കണ്ണനായി പോകുന്നതും ഒക്കെ അങ്ങനെയാണ്. അതിനെ ചട്ടം പഠിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി അതിനെ മരക്കറ ഒഴിപ്പിച്ചൊക്കെ അതിനോട് പീഡനം നടത്താറുണ്ട്. ഇതൊന്നും പലരും സമ്മതിക്കാറില്ലെങ്കിലും നല്ല ആന പാപ്പാന്മാരോട് ചോദിച്ചാൽ, ആന പരിശീലകരോട് ചോദിച്ചാൽ അവരെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇതിനെ നിയന്ത്രിക്കുന്നതെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതോടൊപ്പം തന്നെ മനുഷ്യ സംസർഗം അങ്ങനെ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടപ്പെടുന്നൊരു ജീവി കൂടിയല്ല ആന. ആന കാട്ടിൽ അടക്കം സമൂഹമായി ജീവിക്കുന്നതാണ്. ഒരു ആനക്കൂട്ടമാണ്. 10 12 ആനകളൊക്കെ ചേരുന്ന, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആനകളും ഒക്കെ ചേരുന്ന കൂട്ടമായി ജീവിക്കുന്ന ഒരു ജീവിയാണ്. അതിനെയാണ് ഇങ്ങനെ ഒറ്റപ്പെട്ട് കൊണ്ടുവന്ന ഒരു ഏകാന്തവാസത്തിലേക്ക് നമ്മൾ പിടിച്ച് അങ്ങനെ നമ്മുടെ ചങ്ങലയ്ക്കൊക്കെ ഇട്ട് നമ്മൾ അതിൻ്റെ ഭക്ഷണത്തിൽ നിന്ന് മാറ്റി നിരന്തരം തെങ്ങോലയും പനയോലയും ഒക്കെ മാത്രം കൊടുത്ത് അതിനെ ജീവിപ്പിക്കുന്നതും അതിന് കാലങ്ങളോളം മനുഷ്യൻ്റെ ഭാഗത്തു നിന്നുള്ള അസുഖങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞാലും ആനയെ നമുക്ക് പ്രേമം എന്നൊന്നും പറയാൻ കഴിയില്ല. അത്രത്തോളം ക്രൂരതയാണ് ആ ജീവിയോട് ചെയ്യുന്നത്. ആചാരങ്ങൾ മാറ്റേണ്ടതാണെങ്കിൽ അതിന് മുൻകൈ എടുക്കേണ്ടത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ തന്നെയാണ്. അവരാണ് അഭിപ്രായം പറയുന്നത്. വോട്ട് ബാങ്ക് അല്ല. കാലത്തിൻ്റെ എല്ലാ മാറ്റങ്ങളും ഉണ്ടായിട്ടുള്ളത് ഇത്തരം രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ സാമൂഹിക പരിഷ്കർത്താക്കൾ അതിശക്തമായ അഭിപ്രായം പറഞ്ഞതുകൊണ്ടാണ്. അത്തരം അഭിപ്രായങ്ങൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് മാറ്റങ്ങൾ ഉണ്ടായത്. ആ അഭിപ്രായം പറയുന്ന ഘട്ടത്തിൽ ഇവർക്കെതിരെ വലിയ എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. സമൂഹത്തിൻ്റെ എതിർപ്പുകളെ മറികടന്നല്ലാതെ ഒരു മാറ്റവും സാധ്യമാക്കിയിട്ടില്ല. അതുകൊണ്ട് എല്ലാ ആചാരങ്ങളും മാറിയിട്ടുള്ളതാണ്. അതിന് ഏത് മതത്തിൻ്റെതായാലും ആരെങ്കിലുമൊക്കെ അതിൽ ബലം പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ, മാറ്റരുത് എന്ന് പറഞ്ഞ് വാശി പിടിച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് മറ്റു പല ലക്ഷ്യങ്ങളും കാണും. ആ ലക്ഷ്യത്തിന് വേണ്ടി നിൽക്കുന്നവരുടെ കൂടെ അല്ല കാലം നിൽക്കേണ്ടത്, മാറ്റത്തിനൊപ്പമാണ് കാലം നിൽക്കേണ്ടത്. ഇക്കാര്യത്തിലും അങ്ങനെ ഒരു മാറ്റി ചിന്തയ്ക്ക് കേരളത്തിലെ ഈ ആന എഴുന്നള്ളിക്കുന്ന അല്ലെങ്കിൽ ആന ഉത്സവത്തിന് ഉപയോഗിക്കുന്ന എല്ലാ കമ്മിറ്റികളും തയ്യാറാണ്. അതിനൊക്കെ അപ്പുറത്തേക്ക് അവരോട് ആർജവത്തോടു കൂടി പറയാൻ വേണ്ടി കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾക്ക് കൂടി തയ്യാറാവണം. അങ്ങനെയൊക്കെ പറഞ്ഞ നേതാക്കൾ മുമ്പുണ്ടായിരുന്നു. പല പ്രധാനപ്പെട്ട വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട് അതിശക്തമായ അഭിപ്രായങ്ങൾ പറഞ്ഞ നേതാക്കൾ ഉണ്ടായിരുന്നു. ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ ചെറിയൊരു തിരിച്ചടി നേരിടുന്നോ അല്ലെങ്കിൽ അവരുടെ വോട്ട് ബാങ്ക് നഷ്ടപ്പെടുമോ എന്നത് കണ്ടല്ല രാഷ്ട്രീയ നേതാക്കൾ അഭിപ്രായങ്ങൾ പറയേണ്ടത്. എന്തായാലും ഇക്കാര്യത്തിൽ ഇന്നല്ലെങ്കിൽ നാളെ ഒരു മാറ്റം ഉണ്ടാകും എന്നത് തന്നെ ഉറപ്പാണ്. എന്തായാലും ഇത്രയും കാലം കേരളം മാറിയിട്ടുണ്ടെങ്കിൽ, ഈ ലോകമാകെ മാറിയിട്ടുണ്ടെങ്കിൽ ഈ വിഷയത്തിലും മാറ്റം ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിൽ തന്നെയാണ്. നമുക്ക് കാലം സാക്ഷിയുടെ അടുത്ത ലക്കത്തിൽ വീണ്ടും കാണാം.